സുപ്രീം കോടതിക്കെതിരെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ബില്ലുകളിൽ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഉപരാഷ്ട്രപതി രംഗത്തെത്തിയത്. രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമില്ല, ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടമാകുമെന്നും ജഗ്ദീപ് ധൻഖർ. The Supreme Commander of the Armed Forces, boys and girls, if you look at the Indian Constitution, when Parliament is defined, according to you, Parliament is Lok Sabha, Rajya Sabha. No. Parliament, the first part is the President. Second and third are Lok Sabha and Rajya Sabha. There is a directive to the President by a recent judgment. Where are we heading? What is happening in the country? We have to be extremely sensitive. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, ഈ ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനം രാഷ്ട്രപതി എടുക്കണം എന്നുള്ളതായിരുന്നു ഈ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവ്. പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ജഗ്ദീപ് ധൻഖർ പറയാനുണ്ടായ സാഹചര്യം എങ്ങനെ? തീർച്ചയായും സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയെടുക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിയും അതോടൊപ്പം ഗവർണറും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരമുള്ള നിർദ്ദേശങ്ങൾ കോടതികൾക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാനുള്ള അനുമതിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം നിർദ്ദേശങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത പദ്ധതിയായിട്ടുള്ള ഭരണഘടനയുടെ പങ്കിനെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കൂടി ഉപരാഷ്ട്രപതി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനാപരമായിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉത്തരവുകൾ ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഉത്തരവുകൾ കൊണ്ടുവരണമെങ്കിൽ അത് ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയതിനു ശേഷം മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. അത്തരം ഭേദഗതികൾ കൊണ്ടുവരാനുള്ള പരമാധികാരം പാർലമെന്റിനാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കേണ്ടത് 5 അതിലധികമോ ജഡ്ജിമാരുള്ള ബെഞ്ചാണ്. 2 ജഡ്ജിമാർ മാത്രം ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ രാജ്യസഭയുടെ ഇന്റേണലുകളുടെ 6ാം ബാച്ചിനോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇക്കാര്യം ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഇദ്ദേഹം ഉയർത്തിയിരുന്നു. അതായത് ഈ രാഷ്ട്രപതിമാർക്ക് ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കാൻ കോടതികൾക്ക് അധികാരമില്ല എന്നുള്ള കാര്യം നേരത്തെയും ധൻഖർ വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിമർശനവുമായി വീണ്ടും ജഗ്ദീപ് ധൻഖർ രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഭരണഘടന ഭേദഗതി വരുത്താനുള്ള അവകാശം പാർലമെന്റിനാണ്. ഈ പാർലമെന്റിന്റെ അവകാശത്തിൽ മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇപ്പോൾ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരം നടപടികളൊക്കെ തന്നെയും പൊതുജനങ്ങൾക്ക് ജുഡീഷ്യറിയോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. അത്തരം സർവേകളൊക്കെ തന്നെയും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ ജഡ്ജിയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അദ്ദേഹം വിമർശനം ഉയർത്തുകയുണ്ടായി. പ്രത്യേകിച്ചും ഈ ഏതെങ്കിലും ഒരു കേസ് അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽ നിയമപരമായി ആര് ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിലും അത് മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. അതോടൊപ്പം FIRകൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യണം. ഈ ജഡ്ജിക്കെതിരെ ഉള്ള കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിലും വലിയ അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. ഇതും ജുഡീഷ്യറിയെ വലിയ സംശയത്തിന്റെയും ചോദ്യത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ജഗ്ദീപ് ധൻഖർ രംഗത്തെത്തിയിരിക്കുന്നത്. റഷീദ്, അതായത് ഈ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കണമെങ്കിൽ അതിൽ ഭരണഘടനാ ഭേദഗതി വേണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഈ ഉത്തരവ് വന്നതിന് ശേഷം BJP MP-മാരും അതോടൊപ്പം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതായത് ഇത്തരത്തിൽ സുപ്രീം കോടതികൾക്ക് അല്ലെങ്കിൽ ജഡ്ജിമാർക്ക് ഇത്തരത്തിൽ ഉത്തരവ് ഇടണമെങ്കിൽ അത് ഭരണഘടനാപരമായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലൊരു സമയപരിധി നിശ്ചയിക്കുന്നതിൽ അധികാരമില്ല അല്ലെങ്കിൽ ഇത്തരം സമയപരിധി അല്ലെങ്കിൽ വീറ്റോ അധികാരമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കണമെങ്കിൽ അതിന് ഭരണഘടനയിൽ
അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അത്തരം ഒരു കാര്യം ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഉത്തരവിടണമെങ്കിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്തേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള പൂർണ്ണ അധികാരം ആ പാർലമെന്റിനാണ്, പ്രത്യേകിച്ചും ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കുമാണ്. ഇത്തരത്തിൽ ഈ പാർലമെന്റിന് മേലുള്ള അധികാരം സ്ഥാപിച്ചെടുക്കാൻ അല്ലെങ്കിൽ അധികാരം കൊണ്ടുവരാനുള്ള ശ്രമമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. അതേ ആശയം തന്നെ മുന്നോട്ട് വെക്കുകയാണ് ജഡ്ജി ധങ്കർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഭരണഘടന 145 3 വകുപ്പ് പ്രകാരം നിയമം വ്യാഖ്യാനിക്കാൻ ജുഡീഷ്യറിക്ക് അധികാരം നൽകുന്നുണ്ട്. അതേസമയം രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകാൻ കോടതികൾക്ക് അധികാരം നൽകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ശരി റഷീദ്.